വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ RRB IBPS ബാങ്ക് എക്സാംസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. റീസണിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6 engineers ജയന്ത്, കോമൾ, ലാസ്യ, മിഥുൻ, നയൻ ആൻഡ് ഓജസ്വാൾ graduated from a reputed engineering institute, each of them in a different year between 2004 and 2009. Jayant graduated in the year immediately before the year Nayan graduated. അപ്പം നയൻ ഗ്രാജുവേറ്റ് ചെയ്തത് എന്നാ നമുക്കറിയില്ല. നയൻ ഗ്രാജുവേറ്റ് ചെയ്തതിന്റെ ജയന്ത് ഗ്രാജുവേറ്റഡ് ഇൻ ദ ഇയർ ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദ ഇയർ നയൻ ഗ്രാജുവേറ്റഡ്. അപ്പൊ നയൻ ഗ്രാജുവേറ്റഡ് എന്ന് പറയുന്നത് എന്താണ്? അവസാനം ഇങ്ങനെ വരുമല്ലോ, ഓർഡർ എഴുതി. ഓക്കെ, അടുത്തത് only one engineering student graduated between കോമൾ ആൻഡ് ഓജസി. കോമളിനും ഓജസിക്കും ഇടയ്ക്ക് ഒരാളാണ് കോമൾ ഇവിടെയാണെങ്കിൽ ഓജസി ഇവിടെയാണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഒരാൾ ഗ്രാജുവേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓജസി ജയന്ത് ഗ്രാജുവേറ്റഡ് ഇൻ ദ ഇയർ ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദ ഇയർ നയൻ ഗ്രാജുവേറ്റഡ്. അത് കഴിഞ്ഞിട്ട് only one engineering student graduated between കോമൾ ആൻഡ് ഓജസി, where കോമൾ was ഓജസി's senior. ഓജസി graduated in 2009. ഓജസി graduated in 2009 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓജസിയുടെ നമുക്ക് കിട്ടിയല്ലോ, 2009 ആണ് ഓജസി. മിഥുൻ എന്ന് പറയുന്നത് 2004 പറഞ്ഞിട്ടുണ്ട്. മിഥുൻ ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. മിഥുൻ 2004 തന്നിട്ടുണ്ട്. ഓക്കെ, ഹു ഗ്രാജുവേറ്റഡ് ഇൻ 2006? 2006 ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്ന ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2006 ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്ന ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഒരാളുടെ കിട്ടിയില്ലേ. ഇനി 2009 മുമ്പ് അന്നേരം പിന്നെ ലാസ്യ എന്ന് പറയും. ഇവിടെ ആരായിരിക്കും വരുന്നത്? ഇവിടെ ഒരാളും കൂടെ വരാനുണ്ടല്ലോ, അത് ലാസ്യ എന്ന് പറയുന്ന ആളാണ്. ലാസ്യയെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പക്ഷെ അവസാനമുള്ള സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നടുക്ക് വരുന്നത് ആരായിരിക്കും? ലാസ്യ ആയിരിക്കും. ഇവിടെ വരുന്നത് ലാസ്യാണെന്ന് മനസ്സിലായി. ഇനി എല്ലാ വർഷവും ഓരോരുത്തരും ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ 2004 ആരാണ്? മിഥുനാണെന്നറിയാം. നമുക്ക് അടുത്തത് എന്തായാലും ഈ ഓർഡറിൽ 2005 ആര് വരുന്നത്? ജയന്ത് വരുന്നത്. നയൻ വരുന്നത് 2006 അടുത്ത് കോമൾ 2007 വരും. ലാസ്റ്റ് ഇയർ 2008 വരും. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് 2006 വന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഇവിടെ? നയൻ ആണ് 2006 വരുന്നത്. ഓപ്ഷൻ സി, 2006 നയൻ ആണ് ഇവിടെ വരുന്നത്. In a certain code language, left, right, center is written as U-O-N. Left, right, center, U-O-N. Ahead, below, behind is written as Sa-Ra-La. Above, center, right. Above, center, right is written as Ha-O-Na. Behind, below, above ആണ് ഇവിടെ. ബിഹൈൻഡ് കഴിഞ്ഞ് ബിലോ എബവ് ഈസ് റിട്ടൺ ആസ് ബിഹൈൻഡ്, ബിലോ എബവ് ഈസ് റിട്ടൺ ആസ് ബിഹൈൻഡ്, ബിലോ എബവ് ഈസ് റിട്ടൺ ആസ് HARAL. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്.
ഇപ്പൊ ലെഫ്റ്റിന്റെ കോഡ് എന്താണെന്നാണ് ഇതിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ലെഫ്റ്റിന്റെ കോഡ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമുക്ക് കോമൺ ആയിട്ടുള്ളത് ഇവിടെ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കിവിടെ കോമൺ ആയിട്ട് കിട്ടുന്നത് എബോവ് സെന്റർ റൈറ്റ് ഉണ്ട്. ഈ രണ്ടെണ്ണത്തിനകത്ത് എബോവ് സെന്റർ റൈറ്റ്, പക്ഷെ എബോവ് സെന്റർ റൈറ്റ് ഇതിനകത്ത് രണ്ടിനകത്തും കോമൺ ആയിട്ട് രണ്ട് ടേമുകൾ വരുന്നുണ്ട്. എഹെഡ് ബിലോ ബിഹൈൻഡും ബിഹൈൻഡ് ബിലോ എബോവ് ആണ്. അപ്പൊ ഇതിനകത്ത് രണ്ടിനകത്തും നമുക്ക് എന്ത് വരുന്നുണ്ട്? ഓക്കെ, നമുക്കിവിടെ ലെഫ്റ്റ് റൈറ്റ് സെന്ററും എബോവ് സെന്റർ റൈറ്റും അതിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ ഈ VO NA തന്നെ ആയിരിക്കും ഇതിൽ രണ്ടിലും കോമൺ വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ലെഫ്റ്റിന് ഇവിടെ U എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് തന്നെ എന്ത് കിട്ടും? YO ആണ് എന്ന് പറയുന്നത്. YOU ആണ് നമുക്ക് ഇവിടെ എന്തെന്ന് പറയുന്നത് ആൻസർ ആയിട്ട് കിട്ടുന്നത്. എഹെഡിന്റെ കോഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഹെഡിന്റെ കോഡ് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം തൊട്ട് അതിവിടെ എഴുതാം. നമുക്ക് എന്താണ്? യുവോനായാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്. ലെഫ്റ്റ് റൈറ്റ് സെന്റർ, ലെഫ്റ്റ് റൈറ്റ് സെന്റർ, യുവോന ലെഫ്റ്റ് റൈറ്റ് സെന്റർ തന്നിട്ടുണ്ട്. എഹെഡ് ബിലോ ബിഹൈൻഡ്, എഹെഡ് ബിലോ ബിഹൈൻഡിനെ നമുക്ക് തന്നിട്ടുണ്ട്. എബോവ് സെന്റർ റൈറ്റിനെ നമുക്ക് ന്ന് തന്നിട്ടുണ്ട്. ബിഹൈൻഡ് ബിലോ എബോവിനെ നമുക്ക് എന്നും തന്നിട്ടുണ്ട്. ഇങ്ങനെയാണല്ലോ നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ കോഡ് ഫോർ എഹെഡ് എന്നാണ്. എഹെഡ് വരുന്നത് ഈ ഒരു ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് മാത്രമാണ് എഹെഡ് വരുന്നത്. അപ്പൊ എഹെഡിന്റെ കൂടെ നമുക്ക് ബിലോ എബോവ് ഉണ്ട്, ബിലോ ബിഹൈൻഡും ഉണ്ട്. അപ്പൊ ബിലോ ബിഹൈൻഡ് ഇതിലും ഉണ്ട്, ബിലോ ബിഹൈൻഡ് ഇതിലും ഉണ്ട്. ബിലോ ബിഹൈൻഡ് HARA ആണെന്ന് ഇതിന് മനസ്സിലായല്ലോ. ബിലോ ബിഹൈൻഡ് എന്ന് പറയുന്നത് നമുക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് വരുന്ന ഏതുണ്ട്? LARA ആണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നത് SCA മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ LARA അല്ല, അപ്പൊ നമുക്ക് എബോവ് SA അല്ല വരത്തുള്ളൂ. ഇവിടെ HARA LARA ഇത് LARA ആണ്, ഇത് LARA ആണ്. അപ്പൊ അത് രണ്ടും എബോവ് ബിലോയ്ക്കകത്ത് വരത്തുള്ളൂ. SA ആണെന്ന് പറയുന്നത് കോഡ് ഫോർ എഹെഡ്. എഹെഡിന്റെ കോഡ് എന്ന് പറയുന്നതിൽ നിന്ന് SA ആണ് എഹെഡിന്റെ കോഡ് നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റാൻഡിന്റെ കോഡ് എന്താണെന്നാണ് ആദ്യത്തെ ചോദിച്ചിരിക്കുന്നത്. സ്റ്റാൻഡിന്റെ കോഡ് നമുക്ക് സ്റ്റാൻഡിന്റെ കോഡ് കണ്ടുപിടിക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എഴുതി നോക്കാം. നമുക്ക് സ്റ്റാൻഡിന്റെ കോഡാണ് ഇനി വേണ്ടുന്നത്. നമുക്ക് വാട്ട് ഈസ് ദ കോഡ് ഫോർ എഹെഡ് നമ്മൾ കഴിഞ്ഞതാണ് അല്ലെ.
വാട്ട് ഈസ് ദ കോഡ് ഫോർ ഹെഡ് കഴിഞ്ഞു. വാട്ട് ഈസ് ദ കോഡ് സ്റ്റാൻഡ് ഫോർ എന്നുള്ളതാണ്. ഇതിനകത്ത് നമുക്കറിയാം, നമുക്ക് തന്നിരിക്കുന്ന കോഡുകളെല്ലാം എഴുതുക. ലെഫ്റ്റ് റൈറ്റ് യു ഓ നാണ്. ഇത് കഴിഞ്ഞ് ഹെഡ് ബിലോ, ഹെഡ് ബിലോ ബിഹൈൻഡ്. ഹെഡ് ബിലോ ബിഹൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ ര ല എന്നാണ്. അതുപോലെ തന്നെ എബോവ്, എബോവ് സെന്റർ, എബോവ് സെന്റർ റൈറ്റ് എന്ന് പറയുന്നത് ഓ നാ എന്നാണ്. സെന്റർ റൈറ്റ് ബോ നാ വരുന്നുണ്ട്, ഇവിടെ സെന്റർ റൈറ്റ് ബോ നാ വരുന്നുണ്ട്. അപ്പൊ ബാക്കി ഇവിടെ കിടക്കുന്ന എബോവിന്റെ ആണെന്ന് പറയുന്നത്. എച്ച് എ എന്ന് പറയുന്നത് എന്തിന്റെയാണ്? എബോവിന്റെ ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സെന്ററിന്റെ കോഡാണ് ചോദിച്ചിരിക്കുന്നത്. സെന്ററിന്റെ കോഡ് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ് സെന്റർ യു ഓ നാ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ എബോവ് സെന്റർ റൈറ്റ് ഓ നാൻ തന്നിട്ടുണ്ട്. എബോവ് ഹായ് ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. പക്ഷെ സെന്റർ റൈറ്റ് ബോന എന്നാണ് തന്നിരിക്കുന്നത്. സെന്റർ നൈറ്റ് ഇവിടെ ഓപ്ഷൻ ഒരു ഇ കനോട്ട് ബി ഡിറ്റർമിൻഡ് എന്നും കൂടെ ഉണ്ട്. കനോട്ട് ബി ഡിറ്റർമിൻഡ്, കനോട്ട് ബി ഡിറ്റർമിൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് സെന്റർ റൈറ്റ് ബോന, ഇവിടെയും സെന്റർ റൈറ്റ് ബോന. അപ്പൊ ഇതിനകത്ത് ഏതാണ് സെന്റർ? ഓ ആണോ നായാണോ സെന്ററിന്റെ നമുക്കറിയില്ല. അപ്പൊ കനോട്ട് ബി ഡിറ്റർമിൻഡ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. കനോട്ട് ബി ഡിറ്റർമിൻഡ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത് നമുക്ക് നോക്കാം, ഒരു സീരീസിന്റെ ക്വസ്റ്റ്യൻ ആണ്. FM25 ഈസ് റിലേറ്റഡ് ടു IJ125 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 25 into 3 അല്ലേ എടുത്തേക്കുന്നത് ആണ്. അതുപോലെ 36 into എന്താണ് എടുത്തേക്കുന്നത്? 6 ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് 16 എന്ത് ചെയ്യാം? 16 into 4 വരുമ്പോ 64ന്റെ ഓപ്ഷൻസ് ഉണ്ടല്ലേ. ഇനി എഫ് കഴിഞ്ഞ് GHI ആണ് എടുത്തിരിക്കുന്നത്. +3 ആണ് അവിടെ എടുത്തിരിക്കുന്നത്. എഫ് കഴിഞ്ഞ് +3 ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ M കഴിഞ്ഞ് -3യും KLM -3 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് നോക്കാം. ഇവിടെയും എങ്ങനെയാണ്? 3 ഇവിടെ MNO OPQ NOA നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് QL1216 NO36. അപ്പൊ ഇവിടെ NOPQ, ഇവിടെ മൈനസ് ആണ്. -3 IJKL MNO മൈനസ് ആണ്. 36 into 6 ആണ്. 36 into 6, 36 into 6 216. അതുപോലെ നമുക്ക് MP പ്ലസ് N എടുക്കുക, പ്ലസ് എടുക്കുമ്പോഴത്തേക്ക് NOP. ഇവിടെ മൈനസ് എടുക്കുമ്പോഴത്തേക്ക് P മൈനസ് എടുക്കുമ്പോ എന്തിട്ട് M തന്നെ കിട്ടും. -3 എടുക്കും, +3 എടുക്കും, PM എന്ന് കിട്ടും. PM64 അല്ലേ ഇവിടെ ആൻസർ വരുന്നത്. PM64 തന്നെയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. PM64 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും PUOTUS is written as 54% 8. അതുപോലെ നമുക്ക് അൾട്രയെ നമ്മൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ % 38@9. അതുപോലെ ബ്ലെയർ എങ്ങനെ എഴുതിയിരിക്കുന്നു? ബ്ലെയർ ഈസ് റിട്ടൺ ഇൻ ദാറ്റ് ലാംഗ്വേജ്. ബിയിൽ എന്താണ്? 5 എഴുതുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. L കറസ്പോണ്ടിങ് 3 ആണ്. A കറസ്പോണ്ടിങ് 9 ആണ്. R കറസ്പോണ്ടിങ് 8 ആണ്. E കറസ്പോണ്ടിങ് എന്താണ്? ഈ നമുക്ക് തന്നിട്ടില്ല, പക്ഷെ നമുക്ക് എന്നാലും 53 കിടക്കുന്നത് ഇവിടെ ഓപ്ഷൻ 2 ആണുള്ളത്. അപ്പൊ നമ്മൾ 2 എടുക്കും. ഓപ്ഷൻ
5 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 5 ആണ് ഇതിന്റെ, അല്ല ഓപ്ഷൻ 4 ഡി, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ട്രൈ എന്ന് പറയുന്നത് ട്രൈ റിട്ടേൺ 63. PQRSTന്റെ എത്രയാണ്? 20 ആണ്. ഇത് 25 ആണ്. അയ്യോ ആറോ 18. ഇതെല്ലാം കൂടി സമയം നമുക്ക് 63. കറസ്പോണ്ടിങ് നമ്പേഴ്സ് ആഡ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ DUG നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഡി എന്ന് പറഞ്ഞാല് 4 ആണ്. Z Y U എത്രയാണ്? 21 ആണ്. CO 7. അപ്പം 21, 4, 25, 30, 32. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് BU23G is related to EZ18L. LC41M is related to QH36R. GU18N is related to. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ബി കഴിഞ്ഞാൽ CDEFG +5 ആണ് ഇവിടെ വരുന്നത്. WXY ഇവിടെ PU ആണല്ലോ, U കഴിഞ്ഞിട്ട് CU BWXY ഇവിടെയും +5 ആണ്. 23ന്റെ -5 ആണ്. ഇവിടെ +5 ആണ്. അപ്പം അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇവിടെ നമുക്ക് പോകുന്നത്. അടുത്ത് ഇവിടെ MNOPQ +5 ആണ് പോകുന്നത്. ABC കഴിഞ്ഞോ DEFGH +5 ആണ് പോകുന്നത്. ഇവിടെ -5. NOPQR +5 ആണ് പോകുന്നത്. നമുക്ക് ഇവിടെ GUനെ എങ്ങനെ എഴുതാൻ പറ്റും? ABCDF G കഴിഞ്ഞാൽ HIJKL ആണ്. U കഴിഞ്ഞിട്ട് എന്ത് വരും? ഇവിടുത്തെ +5 കഴിഞ്ഞാൽ Z അല്ലേ വരുന്നേ? ഇവിടെ നോക്കുമ്പോൾ 18നെ -13 അല്ലേ വരുന്നേ? MNOPQRSS വരും. LZ13 അനുസരിച്ച് ഇവിടെ വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നീറ്റ് ഈസ് റിട്ടേൺ 3409 LEARNE. നമുക്കറിയാം N എന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് നമ്പർ 14 ആണ്. E എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് നമ്പർ 5, A1, T എത്രയാണ്? 20 ആണ്. അപ്പം ഇതിനെല്ലാം -1 ചെയ്തിട്ട് ലാസ്റ്റ് ഡിജിറ്റ് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. 14ന്ന് 1 പോയാൽ 13, -1 13 13 എഴുതി. ഇവിടെ Eക്ക് വരെ 4 എഴുതി, Aക്ക് 1 വരെ 0 എഴുതി, Eക്ക് 20 വരെ 19ന്റെ 9 എടുത്ത് എഴുതി. അപ്പോൾ ലേൺ എങ്ങനെ എഴുതും? ഇവിടെ 12 ആണ് വരേണ്ടത്. അപ്പൊ നമുക്ക് ലേൺ എഴുതണം അല്ലെ? L എത്രയാണ് നോക്കുക? 11. ഇജോട്ടി അല്ലേ? ഇജോട്ടി. J കഴിഞ്ഞ 5 10 J KL IJ KL 11 അല്ലേ വരുന്നത്? ന്റെ 1 എഴുതി.
KL 12 ആണ്. 12 മൈനസ് 1 എഴുതി. ഇവിടെ 4 എഴുതി, 0 എഴുതി. 6 വരെ ഏത് വരും? 6 വരെ ഏതാണ് വരുന്നത്? RST എന്നാണ്. ടിയുടെ 20 ആണ്, S 19, 18. അപ്പം 17 വരും. MNന്റെ നമുക്ക് 3 വരും. 140, 73. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട്. അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് which of the following numbers will replace the question mark in the given series എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സീരീസിലെ ഡിഫറൻസ് എടുത്ത് നോക്കാം. അപ്പൊ ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 22 ആണ്. ഇവിടെയോ? ഇവിടെ 14 ആണ് അല്ലെ? 14, 22. ഇവ നമ്മുടെ ഡിഫറൻസ് എത്രയാണ്? 8 ആണല്ലോ. 8 ആണ്. അപ്പോൾ നമുക്ക് 8 ഡിഫറൻസ് വരണം അല്ലെ? ഇവിടെയോ ഡിഫറൻസ് എത്രയാ? ഇവിടെ നമുക്ക് ഡിഫറൻസ് 6 ആണ് വരുന്നത്. അപ്പം 6, 8, 10 ആ ഒരു രീതിയിൽ പോവാണ്. ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും 0, 6, 20, 42 ഇങ്ങനെയാണ് സീരീസ് പോകുന്നത്. 0യും 6ഉം തമ്മിലുള്ള ഡിഫറൻസ് 6, 6ഉം 20യും കൂടെയുള്ള ഡിഫറൻസ് 40, 40 തമ്മിലുള്ള ഡിഫറൻസ് 22. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയായി? 8. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയായി? 8. നമുക്ക് ഇവിടെ വരേണ്ടതും 8 ഡിഫറൻസിലാണ്. അപ്പൊ എത്ര? 30 ആണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. 42ന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് എത്രയാണ്? 30 ആണ്. 42ന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് 30 ആണ് കിട്ടും. ദാറ്റ് ഈസ് 72 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഇസ് നോട്ട് ഇൻ ദ ഗിവൺ ബിലോ സീരീസ് എന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 7 × 2 ആണ് എന്തെന്ന് പറയുന്നത്? 14 എന്ന് പറയുന്നത്. അതുപോലെ 14 ഇൻറ്റു എത്രയാണ്? 4 ആണ് 56. 56 ഇൻറ്റു എത്രയാണ്? 8. 56 ഇൻറ്റു 6 ആണല്ലോ ഇനി വരേണ്ടത്. 6 ആണ് വരേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ 6 ആണോ വന്നേക്കുന്നത്? 6, 36, 3 റിമൈൻഡർ 6 വരുന്ന നമ്പറാ വരേണ്ടത്. അതിന് വരെ 48 അല്ലേ വന്നേക്കുന്നത്. അപ്പൊ ഇവിടെ ഇത് തെറ്റാണെന്ന് മനസ്സിലായി. ഇവിടെ ഇൻറ്റു 2, ഇത് ഇൻറ്റു 4, ഇവിടെ വരേണ്ടത് ഇൻറ്റു 6, ഇത് ഇൻറ്റു 8, ഇത് ഇൻറ്റു 10. ഈ ഒരു രീതിയിലാണ് ഈ സീരീസ് പോകുന്നത്. അപ്പൊ ഈ 448 ആണ് ഈ ഒരു സീരീസിൽ വരാത്തതായിട്ടുള്ള ഒരു നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് റീപ്ലേസ് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് ഇവിടെ 4 × 3 പ്ലസ് 1 എത്ര? 12 പ്ലസ് 1 എത്ര? 13 കിട്ടുന്നുണ്ട്. അതുപോലെ 13 × 2 പ്ലസ് 1 എത്ര? 27 കിട്ടുന്നുണ്ട്. 27 × 3 പ്ലസ് 1 എത്ര? 82 കിട്ടുന്നുണ്ട്. ഇനി 82 × 2 പ്ലസ് 1 8, 2, 16, 1, 17, 8, 2, 16, 165 കിട്ടുന്നുണ്ട്. 165 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി 165ന്റെ കൂടെ എന്ത് ചെയ്യാം? 3 ചെയ്യുക. 5 × 3 15, 6, 3, 18, 19, 1, 495. പ്ലസ് 1 ചെയ്യണ്ടേ? പ്ലസ് 1 ചെയ്യുമ്പോൾ കിട്ടും 496 ആൻസർ ആയിട്ട് വരും. ഓപ്ഷൻ എ ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ മാർക്ക് റീപ്ലേസ് ചെയ്താൽ തന്നെയാണ്. നമുക്ക് നോക്കാം.
അപ്പോഴേ നമുക്കിപ്പോ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 5 ക്യൂബ് ഇത് 5 ക്യൂബ് പ്ലസ് 1 ആണ്. ഇതോ 6 ക്യൂബ് പ്ലസ് 1 ആണ്. ഇത് 7 ക്യൂബ് പ്ലസ് 1. അടുത്തത് എന്തായിരിക്കും? 8 ക്യൂബ് പ്ലസ് 1. 2 അല്ല 5 1 2 ആണ്. 8 ക്യൂബ് പ്ലസ് 1 5 1 3 കിട്ടും. Which of the following series will replace the question mark എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ നോക്കുമ്പം 4.6 5.2 5.8 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇവിടെ ഒരു 0.8ന്റെ ഡിഫറൻസ്, ഇവിടെ ഒരു 0.6ന്റെ ഡിഫറൻസ്, അപ്പൊ ഇവിടെ അടുത്ത് 0.4ന്റെ ഡിഫറൻസ്, 0.8 വെച്ച് ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം അടുത്തത് ഇവിടെ 4.6 5.2 5. ഇവിടെ 6 ആണ്. അപ്പൊ അടുത്തത് 5.8 കഴിഞ്ഞാൽ 6.4 ആണ്. അത് കഴിഞ്ഞ് 7 വന്നു 7.6 0.6 വെച്ച് ആഡ് ചെയ്ത് 6.4 ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6 സ്റ്റുഡൻസ് മധു, അൻഷുൽ, ആവണി, Arav, Preeti and Shikha gave their presentation on different days in month of March. Presentation was from 11th March to 16th March. Anshul presented on 14th March and Shikha presented immediately before Anshul. Only one person presented between Shikha and Preeti. Shikha presented after Preeti, but before Avani. Avani presented immediately before Madhu, who presented on 15th March. 15th March പ്രസന്റ് ചെയ്തത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. 11th March തൊട്ട് 16 March വരെ ആൾക്കാരുണ്ടായിരുന്നു, പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. ഒരാളുടേത് മാത്രം 2 പേരുടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. 14th-നും 13th-നും ഉള്ളത് നമുക്കറിയാം. 14th തന്നിരിക്കുന്ന ആരാണ്? അൻഷുലാണ്. 13th ഷിഖ്ന പ്രസന്റഡ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ അൻഷുൽ. അൻഷുലിന് തൊട്ട് മുമ്പാണ് ആര്? ഷിഖ്ന. അത് നമുക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് only one person presented between ഷിഖ്ന ആൻഡ് പ്രീതി. ഷിഖ്നയ്ക്കും പ്രീതിക്കും ഇടയിൽ ഒരാളാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ 12 ആണല്ലോ. പ്രീതി ഒരാളാണ്, മനസ്സിലായല്ലോ. ഷിഖ്നയ്ക്കും പ്രീതിക്കും ഇടയിൽ ഒരാളുണ്ടെന്ന് പറയുമ്പോൾ 12ാമത്തതാണ് ഒരാള്. 12ാമത്തത് ഒരാളാണെന്ന് മനസ്സിലായി. ഇനി ഇവിടെ 15ാമത്തെ ഒരാളുണ്ട്. 15ാമത്തെ ഒരാള്. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് തന്നൊക്കെ ഷിഖ്ന പ്രസന്റ് ആഫ്റ്റർ പ്രീതി ബട്ട് ബിഫോർ ആവണി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആവണിക്ക് മുമ്പാണ് ഷിഖ്ന പ്രസന്റ് ചെയ്തത്. പിന്നെയോ പറഞ്ഞിരിക്കുന്നത് ആവണി പ്രസന്റഡ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ മധു. അപ്പൊ മധുവിന് മുമ്പാണ് ആവണി. അപ്പൊ മധു ആണ് ലാസ്റ്റ് മനസ്സിലായി, ആവണി തൊട്ട് മുമ്പുള്ള ആളാന്ന് മനസ്സിലായി. അപ്പൊ 15 മാർച്ചിന് ആര് പ്രസന്റ് ചെയ്തു? ആരാണ്? ആവണിയല്ലേ 15 മാർച്ചിന് പ്രസന്റ് ചെയ്തത്. ഓപ്ഷൻ ഡി ആവണിയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ. അപ്പൊ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ നമുക്കുള്ളത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനായിട്ട് അടുത്ത കുറെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഇനിയും വീണ്ടും കാണാം.